السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഷഅബാൻ മാസത്തിൻ്റെ ഒന്നാം രാവിലേക്കാണ് നാം പ്രവേശിക്കുക. അല്ലെങ്കിൽ നാളെ മഗ്‌രിബോട് കൂടെയായിരിക്കും ഷഅബാൻ മാസത്തിൻ്റെ ഒന്നാം രാവ് പുലരുക. ഏതായാലും ഷഅബാൻ മാസത്തിൻ്റെ ഒന്നാം രാവിനെ കുറിച്ച് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞ വളരെ മർമ്മപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വോയിസിൽ വന്നത്. ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരികൾ, നിർബന്ധമായിട്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന്, അത് ചെയ്യണമെന്ന്, ഓതണമെന്ന് വളരെ വിനയത്തോട് എന്നോടും വോയിസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും അറിയിക്കുകയാണ്. മഹാനായ ബഹുമാനപ്പെട്ട ഇമാമുന യാഫിഈ റളിയല്ലാഹു തആല അൻഹു അദ്ദുററുൻ നവീം എന്ന കിതാബിലെ 96-ാം പേജിലും നിഹായത്തുൽ അമൽ എന്ന കിതാബിൻ്റെ 250-ാം പേജ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ദിനിയാത്തി തങ്ങളെ നിഹായത്തുൽ അമൽ എന്ന കിതാബിൻ്റെ 250-ാം പേജിലും പറഞ്ഞ അത്യത്ഭുതകരമായൊരു സംഭവം. പ്രിയപ്പെട്ടവരെ, മൻ ഖറഅ അവ്വല സൂറത്തി ദുഹാൻ ഇലാ ഖൗലിഹി അൽ അവ്വലീൻ മിൻ അവ്വലി ലൈലത്തിൻ മിൻ ശഅബാന 15 മറ ഇലാ ലൈലത്തിൽ 15. ആരെങ്കിലും ഷഅബാൻ മാസത്തിന്റെ ഒന്നാം രാവ് മുതൽ സൂറത്ത് ദുഹാനിലെ 8 ആയത്ത്, തുടക്കത്തിന്റെ 8 ആയത്ത്, അതിങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതി കേൾപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين صدق الله. അപ്പോൾ ഈ ഓതിയ 8 ആയത്ത്, ഒന്നാം ആയത്ത് മുതൽ അൽ അവ്വലീൻ വരെയുള്ള 8 ആയത്ത് ആരെങ്കിലും ഷഅബാൻ മാസത്തിൻ്റെ ഒന്നാം രാവ് മുതൽ ഷഅബാൻ മാസത്തിലെ 15-ാം രാവ് വരെ എല്ലാ ദിവസവും വുളുവോട് കൂടെ ഖിബ്ലക്ക് അഭിമുഖീകരിച്ച് ഇശാക്ക് ശേഷം 15 പ്രാവശ്യം ആരെങ്കിലും ഓതുകയാണെങ്കിൽ, അതുമാത്രമല്ല ലൈലത്തുൽ ബറാഅ എന്ന ഷഅബാൻ 15-ാം രാവിന് സാധാരണ നമ്മൾ ഓതുന്ന ദുഹാൻ സൂറത്ത് ഒരു വട്ടം ഓതിയതിൻ്റെ ശേഷം വീണ്ടും 30 പ്രാവശ്യം ഈ പറഞ്ഞ 8 ആയത്ത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ, അപ്പോൾ ഷഅബാൻ ഒന്നാം രാവ് മുതൽ ഷഅബാൻ 15 രാവ് വരെ എല്ലാ രാവുകളിൽ ഇശാക്ക് ശേഷം 15 വട്ടം ഓതുകയും ഷഅബാൻ 15-ാം രാവിന് എന്നുവെച്ചാൽ ബറാത്ത് രാവിന് 30 വട്ടം ഈ 8 ആയത്ത് ഓതുകയും ചെയ്താൽ, മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ 10 സ്വലാത്തും കൂടി ചൊല്ലി 2 കരങ്ങളെ അർഹമുർ റഹീമായ റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഇഹപര വിഷയങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ അവൻ ദുആ ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ അവന് കാണുമെന്നും അവൻ്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് മഹത്തുക്കളായ ഈ ഇമാമിങ്ങൾ പറയുന്നുണ്ട് അവരുടെ കിതാബുകളിൽ. ഫഇന്നഹു യറാ തഅജീൽ ഇജാബ്, വളരെ പെട്ടെന്നായിരിക്കും അവൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുക. ഫതറൽ അജായിബ എന്നാ പറഞ്ഞത്, ഒരുപാട് അത്ഭുതങ്ങൾ കാണും. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ അവനിക്ക് ജീവിതത്തിൽ കാണാൻ എന്നു മാത്രമല്ല ചോദിച്ചതിന് വളരെ പെട്ടെന്ന് അവനിക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്. ഒന്നും കൂടി പറഞ്ഞാൽ, ഈ പറഞ്ഞ 8 ആയത്ത് ഷഅബാൻ മാസത്തിന്റെ ഒന്നാം രാവ് മുതൽ ഷഅബാൻ മാസത്തിന്റെ 15-ാം രാവ് വരെ എല്ലാ ദിവസവും ഇശാക്ക് ശേഷം വുളുവോടെ ഖിബ്ലക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് 15 തവണ ഓതുകയും ഷഅബാൻ 15-ാം രാവ് എന്നുവെച്ചാൽ ബറാത്തിന്റെ രാവ് സാധാരണ ദുഹാൻ സൂറത്ത് ഓതിയതിൻ്റെ ശേഷം
ഈ പറഞ്ഞ 8 ആയത്ത് 30 പ്രാവശ്യം ഓതുകയും മുത്തുറസൂലുള്ളാഹിന്റെ പേരിൽ 10 സ്വലാത്തുകളും ചൊല്ലി 2 കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താൽ അവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാമെന്നും അവരെ ദുആക്ക് പെട്ടെന്ന് ഉത്തരവും കിട്ടുമെന്നും മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ശഅബാൻ മാസം രാവ് നമുക്ക് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതണമെന്ന് ദുആ ചെയ്യണമെന്ന് കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് മരിച്ചുപോയ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും ഉസ്താദിന് വേണ്ടിയും ദുആ ചെയ്യണമെന്നും എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. അല്ലാഹു ശഅബാൻ മാസത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങൾ നമുക്ക് നൽകി നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ഉസ്താദ് അടക്കം എല്ലാവർക്കും ഈ നന്മയുടെ മിത്രതാപം എത്തിച്ച് അള്ളാഹു അവർക്കും നമുക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരു ഇടം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് നമ്മുടെ എല്ലാ കാര്യവും ഖൈറിനാക്കി ഉദ്ദേശങ്ങളൊക്കെ ഖൈറ നിലക്ക് ഹസനാക്കണേ. അള്ളാഹ് അങ്ങനെ റഹ്മത്തിക്ക് റഹ്മാൻ. അസ്സലാമു അലൈക്കും.